ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഓണമൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തിരിച്ചു പോകാനുള്ള സമയമായി തുടങ്ങി. പോണതിന് മുമ്പ് ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടേ. വേറൊന്നുമല്ല, കുറച്ച് ജോലികളാണ് കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെ രാവിലെ തന്നെ ജോലിക്ക് പോയാൽ പിന്നെ കയറി വരുന്ന ഇരുട്ടും തപ്പിയാണ് കേട്ടോ. അതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോണതിന് മുമ്പ് അമ്മയൊന്ന് ചെറിയ രീതിയിൽ സഹായിച്ചേക്കാം. അതൊക്കെയല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. ഇത് രാവിലെ തന്നെ അവനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അവനാണെങ്കിലും ഇവിടെ വരുമ്പോൾ വലിയ സന്തോഷം. ഈ പൂക്കളും പച്ചപ്പും എല്ലാം കാണുന്ന അവന് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ആരെയും ശല്യപ്പെടുത്താതെ അങ്ങനെ നടന്നോളും. പിന്നെ ഇടയ്ക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. 2 ദിവസത്തെ കുറേ തുണികൾ അലക്കാനുണ്ടായിരുന്നു. ഞാനപ്പോൾ അതെല്ലാം സോപ്പ് പൊടിയിലിട്ട് വെക്കുന്ന കാഴ്ചയാണ് കേട്ടോ നിങ്ങൾ കാണണേ. പിന്നെ ഇന്ന് അച്ഛൻ വീട്ടിലുണ്ട്, അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കാൻ ആളുണ്ട് കേട്ടോ. തുണികളൊക്കെ അലക്കിയിട്ടാലും വേഗം തന്നെ ഉണങ്ങും. നല്ല കാറ്റാണ് ഇവിടെ. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം എടുത്തു പറയാൻ തന്നെ വേണം കേട്ടോ. കാരണം ഇവിടെ കൂടുതൽ ആൾക്കാരും ഓലികളിൽ നിന്നുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ ഉപയോഗിക്കാറ്. അതായത് പാറക്കുഴികളിലൊക്കെ കാണില്ലേ നല്ല മിനറൽ വാട്ടർ, അതൊക്കെയാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കാറ്. പിന്നെ കുഴൽക്കിണറും ഉണ്ട്. തുണിയെല്ലാം ഞാൻ സോപ്പ് പൊടിയിലിട്ടു കേട്ടോ. കുറച്ച് തുണികളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വെയിൽ വന്നപ്പോൾ ഒന്ന് പുറത്ത് വിരിച്ചിട്ടു കേട്ടോ. ആ തണുപ്പൊന്ന് മാറി ചൂടാവാൻ വേണ്ടിയിട്ട്. കണ്ടോ കാറ്റ് വീശുന്നത്? ഇങ്ങനെ കാറ്റിൽ 5 മിനിറ്റ് കിടന്നാൽ മതി, തുണികൾ പെട്ടെന്ന് വലിഞ്ഞു കിട്ടും. കുറച്ച് വെയിൽ കണ്ടപ്പോൾ അച്ഛൻ ദാ കീറിയിട്ട് വിറകെല്ലാം വെയിലത്തിട്ടിട്ടുണ്ടേ ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഗ്യാസും ഇൻഡക്ഷനൊക്കെ ഉണ്ടെങ്കിലും അമ്മ കൂടുതലും വിറകടുപ്പിലാണ് കേട്ടോ എല്ലാം പാചകം ചെയ്യാറ്. ഇതാ താഴെ കാണുന്ന ആ ഡാമിൽ നിന്നുള്ള കാറ്റാണ് കേട്ടോ നമ്മുടെ തുണികൾക്കൊക്കെ പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനത് അവനെ എടുത്തുകൊണ്ട് ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. വല്ലപ്പോഴും ഇവിടെ വരുമ്പോഴല്ലേ ഇതൊക്കെ കാണാൻ പറ്റൂ. അപ്പോൾ എല്ലാം ഒന്ന് അവനെ കാണിച്ചു കൊടുക്കുകയാണേ. ഇനി എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മുറ്റം അടിക്കുകയാണ് കേട്ടോ. 4 പാടും അടിച്ച് വരുമ്പോൾ തന്നെ അത്യാവശ്യം സമയം എടുക്കും. പിന്നെ അവിടെ എവിടെയും കുറച്ച് പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ചു കൊടുത്തു. അമ്മയ്ക്ക് സമയം ഉണ്ടെങ്കിൽ അമ്മ ഓണത്തിന് മുമ്പായിട്ട് ഇതെല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അമ്മ പണിക്ക് പോകുമ്പോൾ അത് നടക്കാറില്ല. തലേ ദിവസം നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം നനഞ്ഞു കിടക്കുന്നത്. പിന്നെ നമ്മൾ എത്ര തൂത്തുവാരിയിട്ടുണ്ടെങ്കിലും ചുറ്റുവട്ടം മുഴുവൻ നല്ല മരങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിയില വീഴും. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വീടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു പൂങ്കാവനമാണെന്ന് തന്നെ പറയാം. ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും അച്ഛനും അമ്മയ്ക്കുമാണ് കേട്ടോ. ഈ ചെടികളും പൂക്കളും എല്ലാം അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഓരോ സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നതും വാങ്ങിച്ചു വെക്കുന്നതൊക്കെയാണ് കേട്ടോ. ഈ റോട്ടിൽ കൂടെ ആൾക്കാർ പോകുമ്പോൾ ഇവിടേക്കൊന്ന് നോക്കി ഈ പൂക്കളെക്കുറിച്ച് പറയത്തില്ലാത്ത ആൾക്കാരില്ല കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. പൂക്കളും ചെടികളും മാത്രമൊന്നുമല്ല കേട്ടോ, അമ്മയ്ക്ക് കുറച്ച് കൃഷികളും കൂടിയുണ്ട്. കാന്താരി മുളകൊക്കെ ആണെങ്കിലും പല കളറിലുള്ളതുണ്ട് കേട്ടോ. വയലറ്റ് കാന്താരിയും വെള്ള കാന്താരി, അതുപോലെ നല്ല പച്ച കാന്താരിയും. കപ്പയ്ക്കൊക്കെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ഈ പച്ച കാന്താരിയാണ് കേട്ടോ ഉപയോഗിക്കാറ്. ഞാനിവിടെ വരുമ്പോൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ പൂക്കളും ചെടികളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. അത്രയ്ക്ക് ഭംഗിയാണ് കാണാൻ. ഈ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അമ്മ നട്ടു വളർത്തുന്ന കറ്റാർവാഴയാണേ. ഞാനിവിടെ ഉണ്ടായിരുന്ന കാലത്തൊന്നും ഇത് അധികം യൂസ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വില അറിയുന്നത്. ഈ കാണുന്ന അമ്മ പപ്പായ മരത്തിൽ കയറ്റി വിട്ടേക്കുന്ന കോവലാണ് കേട്ടോ. 1-2 കോവയ്ക്ക് അതിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്നാൽ സമയം പോകുന്നത് അറിയേയില്ല. പിന്നെ അല്ലാതെയും കുറേ കൃഷികളൊക്കെ ഉണ്ട് കേട്ടോ. ഇഞ്ചി നട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല പല സൈഡിലായിട്ട് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ഇല നിങ്ങൾ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. ഇവിടെ കോവീസ് എന്നാണ് പറയാറ്. ഈ ഇല തോരൻ വെച്ച് കൂട്ടാൻ നല്ലതാണ്. കുറച്ച് നേരത്തെ വെയിൽ കൊള്ളതിന് ശേഷം ഈ തുണികളെല്ലാം ഞാൻ എടുത്തു മാറ്റുകയാണ് കേട്ടോ. കുറേ അലക്കി കൂട്ടാനുണ്ടല്ലോ, അതെല്ലാം വിരിച്ചിട്ടുണ്ടേ. ഇപ്പം നന്നായിട്ട് വെയിൽ വന്നു. പക്ഷെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ വെയിലിൻ്റെ ശക്തി അത്രയ്ക്ക് അറിയാൻ പറ്റണില്ല. ഇന്നെനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണം തന്നെ അച്ഛൻ വീട്ടിലുള്ളതുകൊണ്ടാണേ. ഇനി വേണം ബാക്കിയുള്ള തുണികളൊക്കെ അലക്കി വിരിച്ചിടാൻ. നമുക്ക് ഈ തുണികൾക്ക് മാത്രം നീട്ടി വെക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കാലാവസ്ഥയുടെ കോലം മാറുന്ന എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ നിന്ന് അലക്കിയ കാലം മറന്നു കേട്ടോ. കാരണം കല്യാണം കഴിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു തരുന്ന അമ്മയാണേ. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ യൂണിഫോം അലക്കിയതൊക്കെ ഞാൻ ഇങ്ങനെ നിന്ന് ഓർത്തു കേട്ടോ. എല്ലാം ഓർക്കുമ്പോൾ വല്ലാത്തൊരു മിസ്സിങ്ങാണ്. സത്യം പറഞ്ഞാൽ കല്യാണം കഴിച്ചു പോയ മിക്ക പെണ്ണുങ്ങൾക്കും ഇതേ അവസ്ഥയായിരിക്കും. ഇവിടെ ഒരു ഈവനിങ് 3-3:30 ആകുമ്പോഴാണ് കേട്ടോ നട്ടപ്പറ വെയിൽ വരുന്നത്. അതുവരെ നമുക്ക് പുറത്തിറങ്ങാനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, സഹിക്കാവുന്ന വെയിലേ ഉള്ളൂ. കാരണം നല്ല കാറ്റാണ്. കാറ്റടിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വെയിലിൻ്റേതായ ഒരു ബുദ്ധിമുട്ടേ തോന്നാറില്ല. തുണി അലക്കി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അടുക്കളയിലെ കാര്യങ്ങളെല്ലാം പെൻഡിങ് ആണേ. ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ട്. കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നേ, ഞാനതൊന്ന് വറുക്കാനുള്ള തയ്യാറെടുപ്പിലാണേ. പിന്നെ എൻ്റെ ഉടുപ്പിൽ കാണുന്ന ആ വെളുത്ത പൊടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൻ പൗഡർ ഇട്ട് തന്നാണ് കേട്ടോ. എൻ്റെ ഒരു എയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വരുന്നതിന് മുമ്പേ കംപ്ലീറ്റ് പണികൾ ചെയ്ത് തീർക്കണം. എന്നാലേ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാറുള്ളൂ കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വന്നു കേട്ടോ. ചിക്കൻ ഞാൻ ആ മസാലയൊക്കെ പുരട്ടി വെച്ചതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വെക്കുന്ന പരിപാടിയിലാണേ. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ടേ. എല്ലാവർക്കും ചോറ് കഴിക്കേണ്ട സമയമായി. അച്ഛനൊക്കെ ആണെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണേ. ഏതാനും കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഞാൻ ചിക്കൻ വറക്കാനുള്ള പരിപാടിയിലേക്ക് കിടന്നേ. അതിനുശേഷം എല്ലാവർക്കും ചോറ് കൊടുത്തു. ഞാനും ചോറ് കഴിച്ചു. അതിനുശേഷം കുറച്ച് നേരം വിശ്രമിച്ചു കേട്ടോ. കാരണം
ജോലി ചെയ്ത് മടുത്തായിരുന്നു. അങ്ങനെ കൊച്ചിനെ ഉറക്കിയതിന് ശേഷം ഉണങ്ങിയ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ ഞാൻ സെറ്റിയിലേക്ക് വലിച്ചു വാരി ഇട്ടേക്കുമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് അടുക്കി പെറുക്കി വെച്ചു. അച്ഛനും ചോറുണ്ടതിന് ശേഷം വിശ്രമിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അമ്മ വീട്ടിലിരിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും സാവധാനം വിശ്രമം പോലും ഇല്ലാതെ ചെയ്ത് തീർക്കും. പിന്നെ പിള്ളേരുള്ള വീട്ടിൽ നമുക്ക് എത്ര വൃത്തിയാക്കിയിട്ടാലും എത്ര ഓർഡർ ചെയ്തിട്ടാലും അത് പഴയ പോലെ തന്നെ ആവും. സെറ്റിയൊക്കെ നമ്മൾ എത്ര അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിലും 2 മിനിറ്റ് കഴിഞ്ഞ് അവൻ എണീറ്റ് വരുമ്പോൾ എല്ലാം അലങ്കോലമാക്കിയിട്ടു കേട്ടോ. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് അവൻ എണീക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്ത് തീർക്കണമെന്ന്. അങ്ങനെ ആ പണികളെല്ലാം ചെയ്തതിന് ശേഷം വീട് ഫുള്ളൊന്ന് തൂത്തുവാരി തുടച്ചിട്ടു കേട്ടോ. പിന്നെ ഞാൻ വീട്ടിൽ വരുമ്പോഴാണ് ഇടയ്ക്കെങ്കിലും ഞാൻ ഹെയർ പാക്ക്, ഫേസ് പാക്ക് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി യൂസ് ചെയ്യാറ്. അപ്പോൾ അതൊന്ന് ചെയ്യണമെന്നുണ്ട്. ഇവിടെ 5 മിനിറ്റ് കൂടുമ്പോൾ എപ്പോഴും തൂത്തുവാരും കേട്ടോ. കാരണം എപ്പോൾ തൂത്തുവാരിയാലും ഇഷ്ടം പോലെ പൊടികളാണ്. കാരണം പിള്ളേരുള്ള വീടാകുമ്പോൾ നമുക്ക് ചിന്തിക്കാമല്ലോ. വീടിനകത്ത് തൂക്കുന്ന ഈ ചൂലുണ്ടല്ലോ, അത് കൂടുതലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങലല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ പാറക്കെട്ടിലായിട്ട് ഈ ചൂലുണ്ടാക്കുന്ന ഓല കിട്ടും. അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്ന സമയത്ത് അമ്മ അങ്ങനെയാണ് കേട്ടോ ചൂലുണ്ടായിക്കൊണ്ടിരുന്നത്. കടയിൽ നിന്നൊന്നും വാങ്ങാറില്ല. കാരണം കടയിലൊന്നും അത്ര ക്വാളിറ്റിയുള്ള ചൂല് കിട്ടാറില്ല. നമ്മളങ്ങനെ ഓല വെട്ടി ചൂലുണ്ടാക്കുമ്പോൾ അത് ഒത്തിരി കാലം നിൽക്കാറുണ്ട്. തൂത്തുവാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സന്ധ്യാസമയമായി. ഒരു 5 മണിയൊക്കെ ആയിട്ടോ. അപ്പോഴത്തേക്കും കൊച്ചൊക്കെ ഉണർന്നു. ഞങ്ങളെല്ലാവരും കൂടെ വെളിയിലേക്ക് ചാടിയിട്ടോ. അവനിങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കളിക്കാൻ ഒത്തിരി ഇഷ്ടമായി. ഇവിടെ വരുമ്പോഴാണല്ലോ ഇതൊക്കെ സാധിക്കാറ്. അച്ഛനും അമ്മയാണെങ്കിൽ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തുള്ളുകയും ചെയ്യും. ഒരു ഈവനിങ് സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഡാമിലേക്ക് നല്ല സൺറൈസൊക്കെ വന്ന് നിൽക്കുന്നത് കാഴ്ച കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു ഭംഗി എനിക്ക് ക്യാമറയിലൂടെ അധികമൊന്നും എടുക്കാൻ പറ്റില്ല. കാരണം നേരിട്ട് കാണുന്ന ഭംഗി കിട്ടാറില്ലല്ലോ. അപ്പോൾ സന്ധ്യയായി വിളക്ക് കത്തിക്കാനായി ഞാൻ അപ്പോഴേക്കും വൈകുന്നേരത്തെ മിറ്റോടിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടോ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, പെട്ടെന്ന് ഇവിടെ കരിയില വീണെന്ന് അറിയും. കാരണം ചുറ്റും നല്ല മരങ്ങളാണേ. പക്ഷേ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നല്ല തണലാണ് കേട്ടോ. അമ്മ താഴത്തെ വീട്ടിലെ അമ്മച്ചിയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണേ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ താഴെ പോയി കുറച്ച് കറിവേപ്പില എടുത്തുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ വരുമ്പോൾ ആ ഹെയർ പാക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ. തലേ ദിവസം കുറച്ച് ഉലുവയൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പിലയും ഉലുവയും തലയ്ക്ക് നല്ലതാണല്ലോ ഹെയറിന്. അപ്പോൾ അത് രണ്ടും കൂടെ അരച്ച് തേക്കാനുള്ള പരിപാടിയിലാണേ. ഇതോടുകൂടി ഞാൻ എൻ്റെ വ്ളോഗ് എൻഡ് ചെയ്യുകയാണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കും. അപ്പോൾ ഞാനത് തലയിൽ തേച്ച് വെച്ചിട്ടുണ്ട്. ചാണകം തേച്ച പോലെ ഉണ്ടല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.